ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്തെ മറ്റൊരു വീക്കെൻഡ് ഇവിടെ എത്തി. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെയ്ത പാച്ചോറിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടുപോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. ഈ വീക്കെൻഡ് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ടെന്ന് വൈഫ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തത് ഒരു നാടൻ വിഭവമായിരുന്നു. അപ്പോൾ ഈ ആഴ്ച ഒരു ഫോറിൻ ഐറ്റമാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേര് എന്തോ ലെച്ചെ ഫ്രിറ്റയോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. എന്തായാലും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് ഫ്രൈഡ് മിൽക്ക് എന്നാണ്. അപ്പോൾ എന്തായാലും ആ വിഭവത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ ഞാനല്ല പ്രിപ്പയർ ചെയ്യുന്നത്, വൈഫാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കിച്ചണിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഓൾറെഡി പ്രിപ്പറേഷൻസ് തുടങ്ങി, എന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് എന്താണ് അതൊക്കെയെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് കോൺഫ്ലോർ, കറുവപ്പട്ട, നമ്മുടെ സിനമൺ സ്റ്റിക്ക്, ബട്ടറിൻ്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. പിന്നെ ഒരു ബൗൾ ഷുഗർ, പിന്നെ ഇത് ലെമൺ പീലാണ് ആക്ച്വലി. ഇത് എങ്ങനെ മുറിച്ചെന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ തൊലി ആണ് നമുക്ക് വേണ്ടത്. പിന്നെ ഫുൾ ഫാറ്റ് മിൽക്ക് ഒരു കവർ ഫുൾ, അതായത് 1/2 ലിറ്റർ. പാല് തിളയ്ക്കാറായ അപ്പോൾ അതിലേക്ക് ഒരു സിനമൺ സ്റ്റിക്കും കുറച്ച് ലെമൺ പീലും ഇട്ടേക്കുക. എനിക്കൊന്ന് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അതിലേക്ക്. മറ്റത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. പാല് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. എന്തായാലും അത് ഉടനെ ഓഫ് ചെയ്ത് മാറ്റി വെക്കണ്ട, കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഫ്ലേവർ അതിൽ ഇറങ്ങും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് ആ സ്റ്റിക്ക് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ആ സിനമണും ലെമൺ പീലും തൊലിയെല്ലാം നമ്മൾ സ്ട്രെയിൻ ചെയ്യുകയാണ്. എന്നിട്ട് ആ പാല് വേറെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച പാലിലേക്ക് കുറച്ച് കോൺഫ്ലവർ, പാല് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കിയ കോൺഫ്ലവർ അതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് പാലിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലിലേക്ക് അത് ഒഴിക്കണം. ഇതൊരു തിക്കനിങ് ഏജൻ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറുക്കിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തോരം തിക്കാക്കി എടുക്കാൻ പറ്റുമോ അത്രയും തിക്കാക്കി എടുക്കുക. അപ്പോൾ അത് നോക്കി വേണം ഇത് ഒഴിക്കാനായിട്ട്. ഇതിനകത്തേക്ക് ആവശ്യമുള്ള അത്രയും ഒഴിക്കുക. ഇത് ഇട്ടൊന്ന് ഇളക്കി തുടങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ട് ആ ഒരു തിക്നെസ് ഇങ്ങനെ വന്ന് തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഷുഗർ ഇതിലേക്ക് ഇടാം മൊത്തത്തിൽ. ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി ആ മധുരം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടുക്കി പിടിക്കാതെ നോക്കണം. മാക്സിമം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കും. വിട്ടുപോരുന്ന പാകമാണ്. ഈ പാല് നമ്മൾ ഉണ്ടാക്കിയ ആ മിക്സ്ചർ നമ്മൾ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ട് ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം.
നമുക്കിത് നാളത്തേക്കാണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് തലേദിവസം ഉണ്ടാക്കേണ്ടി വരും. കാരണം ഇത് ഒന്ന് കട്ടിയാവേണ്ട ആവശ്യമുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഒരു രാത്രി ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. നന്നായിട്ട് ബട്ടർ തേക്കണം. കാരണം അത് നാളെ അത് എടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളിത് ഈ കണ്ടെയ്നറിലേക്ക് മാറ്റുവാണ്. ഇതിന്റെ ചൂടൊന്ന് കുറഞ്ഞിട്ട് ഒഴിച്ചാൽ മതിയേ. അപ്പോൾ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നർ യൂസ് ചെയ്യുക. അത് സ്ക്വയർ ഷേപ്ഡ് ആണെങ്കിൽ അത്രയും നല്ലത്. അതാകുമ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. ഒന്ന് ഈവൻ ഔട്ട് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് ഇത് കവർ ചെയ്ത് നമുക്കൊരു രാത്രി ഫ്രിഡ്ജിൽ വയ്ക്കാം. കഴിഞ്ഞിട്ടില്ല, ഇത് നാളെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ കസ്റ്റാർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഫ്രീസറിനകത്ത് വെച്ചത് നിങ്ങൾ കണ്ടു. അപ്പോൾ അടുത്ത സ്റ്റേജാണ്. അപ്പോൾ അടുത്ത സ്റ്റേജിൽ അത് പുറത്തേക്ക് എടുക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അത് വേറെ നല്ല ബ്രെഡ് ക്രംസ്, പിന്നെ ഒരു മുട്ട, ഒരു ബോൾ ഷുഗർ, പിന്നെ ഓയിൽ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെക്കൻഡ് സ്റ്റേജിൽ ഇതൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജിലെ പരിപാടികളിലേക്ക് കിടക്കാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കട്ടയായിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഇന്നലെ ബട്ടർ സൈഡിലൊക്കെ തേച്ചതിൻ്റെ ആ ഒരു എഫക്റ്റാണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് സൈഡിൽ നിന്ന് മുറിച്ചെടുക്കാൻ പറ്റും. ഇതിന് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പോവാണേ. എഗ്ഗിൽ മുക്കുക. ഭയങ്കര സോഫ്റ്റാണ്, സൂക്ഷിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ബ്രെഡ് ക്രംസിൽ മുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാനുണ്ട്. ജസ്റ്റ് ആ മേലത്തെ ഒന്ന് ബ്രൗൺ ആയാൽ മതി. ഒടിഞ്ഞു പോവാതെ സൂക്ഷിച്ച് വേണം. നല്ല കളർ ചേഞ്ച് ആയല്ലോ. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. സ്പ്രിംഗ്ലിംഗ് ഓഫ് ഷുഗർ. ഇതിൻ്റെ പുറത്ത് നമുക്ക് പതുക്കെ കുറച്ച് ഷുഗർ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. കുറച്ച് നേരം പുറത്ത് വെച്ചൊന്ന് ആ ചൂട് പോകണം അല്ലേ? അല്ലെങ്കിൽ ഷുഗർ ഇതിൽ ഉരുകി പിടിക്കും, മെൽറ്റിൻ്റെ വെള്ളം പോലെ വരും. കറക്റ്റ്.
ഇതാണ് നമ്മുടെ സ്പാനിഷ് ലെച്ചെ ഫ്രിറ്റ അഥവാ സിമ്പിൾ വേർഡ്സിൽ ഫ്രൈഡ് മിൽക്ക്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ സ്പാനിഷ് ലെച്ചെ ഫ്രിറ്റ, നല്ല പേരല്ലേ, അതായത് സിമ്പിൾ വേർഡ്സിൽ ഫ്രൈഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാം. ഇത് മുഴുവൻ ഞാനല്ല, ഒന്ന് ജസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കിയത് കൊണ്ട് കണ്ടോ, അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ളൊരു സാധനമാണ്. അയ്യോ, നല്ല ചൂടുണ്ട്. ചൂട് നല്ല മധുരമുണ്ട്. ഉച്ചയ്ക്കൊക്കെ നല്ല ഊണാൻ ബിരിയാണിയൊക്കെ കഴിക്കാൻ പറ്റിയ ഡെസേർട്ട്. സംഭവം ഇത്തിരി ഹെവിയാണ്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു 1/2 ലിറ്റർ പാലുമുണ്ട്, അതായത് ഒരു പാക്കറ്റ് പാലുമുണ്ട്. ഇത്രയും ഈ സൈസിൽ 10 എണ്ണമാണ് ഞങ്ങൾ മുറിച്ചെടുത്തത്. അപ്പം ഈ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഇന്നത്തെ പരീക്ഷണം വിജയമായി. എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചത്തെക്കാളും വിജയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള കൂടുതൽ പരീക്ഷണങ്ങൾ ഇനിയും തുടരും ലോക്ക്ഡൗൺ തീരുന്നവരെ. അപ്പോൾ മറ്റൊരു പരീക്ഷണമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ ജീവൻ സൈനിങ് ഓഫ് വിത്ത് ലെച്ചെ ഫ്രിറ്റ.